മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയെ നിയമിച്ചതിൽ കോൺഗ്രസിനുള്ളിലും അതൃപ്തി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ഭരിക്കുന്നവരുടെ തീരുമാനമെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. നിയമനത്തിൽ സിപിഐഎമ്മും ബിജെപിയും വിമർശനം കടുപ്പിച്ചു. വിവാദങ്ങൾക്കിടെ രത്തൻ യു കേൽക്കർ സെക്രട്ടേറിയറ്റിലെത്തി ചുമതല ഏറ്റെടുത്തു. ബംഗാളിൽ ബിജെപി അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ചീഫ് സെക്രട്ടറിയും SIR നിരീക്ഷകനായിരുന്ന ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവുമാക്കിയതിനെതിരെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിമർശിച്ചിരുന്നു. മോഷണം കൂടുംതോറും പ്രതിഫലവും കൂടുമെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം. ഈ വിമർശനം ഉയർത്തിയാണ് രത്തൻ യു കേൽക്കറുടെ നിയമനം ബിജെപിയും സിപിഎമ്മും ദേശീയ തലത്തിൽ ചർച്ചയാക്കുന്നത്. ഇതിനിടെയാണ് കെ സി വേണുഗോപാലിന്റെ മുനവെച്ചുള്ള പ്രതികരണം. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന യുവജന രോഷമാണ് ഇപ്പോൾ നമ്മൾ പ്രകടമാകുന്നത്. അത് സർക്കാർ ചെയ്യേണ്ടത് അതിനെ പോസിറ്റീവായി എടുക്കാൻ വേണ്ടത്. അതിനെ പോസിറ്റീവായി എടുത്ത് ആ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടത്. ആ ചെറുപ്പക്കാരുടെ വികാരം മാനിക്കുന്ന ഒരു സർക്കാരിൻ്റെ കടമയാണ്. ആ സർക്കാർ ചെറുപ്പക്കാരുടെ വികാരം മാനിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അതല്ലാതെ അതിനെ ഉരുക്കുമുട്ടി ഉപയോഗിച്ച് നേരിട്ടാൽ അത് കൂടുതൽ ശക്തി പ്രാപിക്കത്തേ ഉള്ളൂ. നിയമനത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 10,000-കണക്കിന് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്താവാണ് യഥാർത്ഥത്തിൽ കേൽക്കർ. അദ്ദേഹത്തിനെതിരായി അതിശക്തിയായിട്ടുള്ള ആക്ഷേപമാണ് കേരളത്തിലുടനീളം. കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അവർ തന്നെ കൃത്യമായിട്ട് ശക്തിയായ രീതിയിൽ ന്യായീകരിക്കാനോ എതിർക്കാനോ തയ്യാറാവുന്നില്ല. ബംഗാളിൽ അവർ എതിർത്തത് ഭരണപക്ഷം എന്ന രീതിയിലല്ല ഉള്ളവരല്ല, പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ, അഖിലേന്ത്യാ നേതാക്കന്മാർ തന്നെ. രാഹുൽ ഗാന്ധിയുടെ കാപട്യം തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നുവെന്ന രൂക്ഷ വിമർശനവുമായി BJP നേതാവ് അമിത് മാളവ്യയും രംഗത്തെത്തി. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ കേൽക്കർ ഇന്ന് സെക്രട്ടേറിയറ്റിലെത്തി ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിൽ തന്നെ ചുമതല ഏറ്റെടുത്തത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.